എല്ലാം തല തിരിഞ്ഞ കാണുന്നു. അതേലോ. ഹലോ നമസ്കാരം, ഗ്രാമവാസിയിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ട് ആമസോണിൽ ഒരു മൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടൻസർ മൈക്ക്. പിന്നെ ഒപ്പം ക്യാമറയുടെ ഒരു മൈക്കും ഒക്കെ കൂടി ഒരു സെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടൻസർ മൈക്ക് റോഡിൻ്റെ റേറ്റ് വരുന്നത് 24,000 സംതിങ് ആണ്. അപ്പോൾ ഈ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു, ഒരു മുവാനോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, ബെസ്റ്റ് സെല്ലറാണ്. 3,999 രൂപയ്ക്കാണ് നമുക്ക് ഈ സംഭവം കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഒന്ന് പറയാൻ വന്നത്. ഞാൻ ഓൾറെഡി ഇതിൽ വാങ്ങിയിട്ടുള്ളത് ഇത് മാത്രമല്ല, ഇതിൽ വരുന്നത് എവിടെ പോയി ഇതിൽ ഞാനിപ്പോൾ സ്റ്റീരിയോ ജാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു മൈക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാധാരണ മൈക്ക്, കണ്ടൻസർ മൈക്രോഫോണ്, പിന്നെ കണ്ടൻസർ മൈക്രോഫോണിൻ്റെ ഒരു കിറ്റും, പിന്നെ നമ്മുടെ DSLR ഉപയോഗിക്കുന്ന ഷോർട്ട് ഗൺ മൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതിൽ 2 മുവാനോ എന്ന് പറഞ്ഞ കമ്പനിയും ഒന്ന് ബോയയുടെയാണ്. അപ്പോൾ ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണത്. ഓൾറെഡി വർക്കൗട്ടിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു മറ്റേ മൈൻഡ് ആൻഡ് മസിൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ അപ്പോൾ വീഡിയോ ഒന്നും അതിൽ റീസെൻ്റ്ലി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതും ഞങ്ങളുടെ ഒരു ചാനൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഒരെണ്ണം എടുത്തത്, ബോയയുടെ മൈക്രോഫോൺ. ഇത് നല്ല സാധനം എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാധനം ഇതാണ്, അഹൂജയുടെ സെറ്റാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഇതെല്ലാവരും നല്ലൊരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതെടുത്തത്. പിന്നെ ഒന്നതാ മൈക്രോഫോൺ, DSLRൻ്റെ മൈക്രോഫോൺ. ഇതിൻ്റെ റേറ്റ് വരുന്നതും ഏതാണ്ട് 1,300 രൂപയാണ്. ഇതിൻ്റെ റോഡിൻ്റെ മൈക്ക് വാങ്ങുമ്പോൾ നമുക്കൊരു 7,000-6,000 രൂപ ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ബോയയുടെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു, അല്ല ഞാൻ നോക്കട്ടെ, ബോയയുടെ റേറ്റ് 840 ഇതിൻ്റെ റുപ്യ. അത് റോഡിൻ്റെ ഇങ്ങനത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതാണ് ഞാൻ മെയിൻലി ഓർഡർ ചെയ്ത സാധനം, കണ്ടൻസർ മൈക്ക്. നമുക്ക് സ്ട്രീം ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ ഗെയിം ചെയ്യുമ്പോഴും ഗെയിം സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സാധനമാണ്. ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടു യൂട്യൂബിൽ. പിന്നെ ലാസ്റ്റ് വാങ്ങിയതാണ് ഇത്, ഓഡിയോ സ്പ്ലിറ്റർ അല്ല, ഓഡിയോ കോപ്പിയർ. ഇത് PUBG ഗെയിമൊക്കെ ചെയ്യുമ്പോൾ, മൊബൈലിൽ ചെയ്യുമ്പോൾ വാങ്ങിയതാണ്. പക്ഷേ മെയിൻലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം ഞാനൊരു പ്രോ പ്ലെയർ അല്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ബോയ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കത്തിയുടെ ഒന്നും ആവശ്യമില്ല. തുറന്നിട്ടാണ് ആളിരിക്കുക. ഇതിൻ്റെ ഇപ്പം നല്ലൊരു പൗച്ചൊക്കെ വരുന്നുണ്ട്. മറ്റേ ഓഡിയോ ജാക്ക്, കണക്ടർ, അഡാപ്റ്റർ. എന്തിനാണ് ഈ ബാറ്ററി ആവോ? ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ വരുന്നത് നോക്കട്ടെ. സാധാരണ അഹൂജയിൽ വരുന്നത്, ഞാൻ ഉപയോഗിക്കുന്നതിൽ വരുന്നത് ഇതേമാതിരി യമണ്ടൻ സാധനമാണ്. അതിലിതാ നമ്മൾ ഈ AA ബാറ്ററി ഇടണം. ഈ AA ബാറ്ററി ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്കിതുവരെ അതിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. കാശ് പോയി എന്ന് തന്നെ പറയാം. എന്താ കാര്യം എനിക്കറിയില്ല. ഇതിൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ സെറ്റപ്പ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. അപ്പോൾ ഇതിലെങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഇതിൽ ഈ ചെറിയ ബാറ്ററിയാണ് ഇടേണ്ടത്. ഓക്കെ,
അടിപൊളി, നന്നായി. നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്മാർട്ട് ഫോണിലേക്കാണെങ്കിൽ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാനുള്ളതുണ്ട്, ക്യാമറ ആണെങ്കിൽ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാനുള്ളതുണ്ട്. ക്യാമറ ആകുമ്പോൾ ഇത് കണക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്, നമുക്കൊരു വിഷയമില്ല. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഈ ബാറ്ററി ഇതിൽ കൊടുക്കണം, ബാറ്ററി കൊടുത്ത് കണക്ട് ചെയ്യിപ്പിച്ച് മൈക്രോഫോണിൻ്റെ പൗച്ചൊക്കെ ഇട്ട് വൃത്തിയിൽ ചെയ്യാം. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഞാൻ വാങ്ങിയേക്കുന്ന സംഭവത്തിന് ഇതൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുമില്ല. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇതല്ല നമ്മുടെ സംഭവം, ഇന്നത്തെ മെയിൻ. ഞാൻ ഒരുമിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നതാണ് വ്ളോഗ് മൈക്രോഫോൺ AU-A04. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമായിരിക്കും. ആമസോണിൽ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് വാങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ DSLR ഉണ്ട്, ഈ 7000 രൂപ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാവും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ അമ്മേ വന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. യൂസർ മാനുവൽ. ഹാപ്പി നീഡ് മോർ ഹെൽപ്പ്. അവരുടെ ഇമെയിലും കാര്യങ്ങളും ഇമെയിൽ ഐഡിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് നല്ല ആൾക്കാർ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് നല്ല മൂവിങ് ആണ്. ആമസോണിൽ നോക്കിയപ്പോൾ ലാസ്റ്റ് സ്റ്റോക്കൊക്കെ ഉള്ളതെന്നൊക്കെയാണ് ഒന്ന് പറഞ്ഞത്, ഇപ്പം അത്രയൊന്നും അറിയില്ല. ഇതാണ് അപ്പോൾ ആ സംഭവം. ഇത് മറ്റേ റോഡിനെക്കാട്ടും ചെറുതാണ്. റോഡ് ബൈക്ക് ഇതാണിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ മറ്റേ മൈൻഡ് ആൻഡ് മസിലിൽ ഉപയോഗിച്ച റോഡ് മൈക്ക്. എൻ്റെ ഫ്രണ്ടിൻ്റെ ആണത്, മാജിദിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത്ത് വ്യത്യാസം കണ്ടോ? അതിനനുസരിച്ച് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് ചെക്ക് ചെയ്ത് പറയാം. ഞാൻ റോഡിൻ്റെയും ഇതിൻ്റെയും കമ്പാരിസൺ ഞാൻ വേറെ പുതിയ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ലോ ബഡ്ജറ്റ്, ഇപ്പം എന്നെ പോലെ ബഡ്ജറ്റ് കുറച്ച് ടൈറ്റുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങാൻ നല്ലത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ സമയത്ത്. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നോയ്സ് ക്യാൻസലേഷനൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, നല്ല ബിൽഡിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് സാധനം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ. അപ്പോൾ നമ്മുടെ അടുത്തത് നമ്മുടെ മാഓണോ എന്താ പറയുക നമുക്കറിയില്ല, ഞാൻ മോണോ എന്ന് വിളിക്കും. ഓക്കെ, പോഡ്കാസ്റ്റിംഗ് മൈക്രോഫോൺ കിറ്റാണ്. ഞാനിത് ശരിക്കും ഇത് വാങ്ങിക്കുന്നത് ഗെയിമിങ്ങിനും പിന്നെ നമ്മളിപ്പോൾ വ്ളോഗിങ് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ലൊരു സൗണ്ട് വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, വ്ളോഗിങ് ചെയ്യുമോയെന്ന് തന്നെ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിലും മറ്റേത് നമ്മൾ കണ്ടുപോലെ 2 കാർഡ്, മാനുവൽ, ഹാപ്പി ഒക്കെ ഉണ്ട്. നമ്മുടെ സ്പോഞ്ച്, നമ്മുടെ ഡെസ്കിൻ്റെ അവിടെ വെക്കാനുള്ള ഫിൽറ്റർ, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ ഉപയോഗിക്കണത്, നമുക്കറിയില്ലേ എന്താ ഒന്നൊന്നും അറിയില്ല. അത് ഒരു സെറ്റാണ്. ഇതടുത്ത സെറ്റ്, അതിനെ ഫിറ്റ് ചെയ്യാനുള്ള സാധനം മൈക്ക് അതിൻ്റെ ഉള്ളിൽ വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിരിക്കണത്. ഇതെന്താ നോക്കാം, യൂട്യൂബിലൊക്കെ പഠിക്കാമല്ലോ. ഇതതിൻ്റെ കേബിള്, ഇങ്ങനെയാണ് ഇതിൻ്റെ കേബിള് വരുന്നത്. ഇത് മൈക്കിൽ കുത്താനുള്ളത്, ഇത് കമ്പ്യൂട്ടറിൽ കുത്താനുള്ളത്. അതിൻ്റെ സ്റ്റാൻഡ്, ഞാൻ എല്ലായിടത്തും ഒന്ന് പുറത്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഡെസ്കുമ്പോൾ ടൈറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ്. എൻ്റെ ചില്ലാണ്, നമുക്ക് നോക്കാം. ഇതാണ് അപ്പോൾ മൈക്ക് വരുന്നത്. നല്ല സിമ്പിൾ മൈക്ക്, നല്ല ഭംഗിയുള്ള മൈക്ക്, ഒന്നും പറയാനില്ല. നല്ല വൃത്തിയുണ്ട് കാണാൻ. എന്തായാലും
ഓക്കെ, അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതിൻ്റെ കണക്ഷൻ പരിപാടിയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഫിറ്റിങ്ങൊക്കെ പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ താഴെ ഞാൻ ഹുക്ക് ചെയ്തിട്ടുണ്ട്. തുണിയുടെ മുകളിൽ കൂടെ ഹുക്ക് ചെയ്ത് വെക്കണം, വീഴുമോയെന്ന് അറിയില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ, കറക്റ്റ് പൊസിഷനിൽ വെച്ചു. നമുക്ക് പൊക്ക് താഴത്ത് എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, സംസാരിക്കുക, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് വരും. ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കാണാമല്ലോ. ഇതാ ഇവിടെ ടൈറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെയാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്, വേറെ അവിടെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. തൽക്കാലം ഇവിടെ ഞാൻ ഫിറ്റ് ചെയ്തു എന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ടിന് ഞാൻ കേൾപ്പിച്ചുതരാം. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വരുന്ന സൗണ്ട്. നിങ്ങൾക്ക് എത്രത്തോണ്ട് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത് പോകും തോറും കുറച്ചും കൂടി നല്ല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊന്ന് ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒന്ന് തട്ടി കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി എഫക്റ്റ് വരുന്നുണ്ട്. ഞാനിത് ചെയ്യുന്നത് നമ്മുടെ സ്ട്രീം ലാബ് ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ വെബ് ക്യാം എന്ന് പറയുന്നത് ലോജിടെക്കിൻ്റെ ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ലോജിടെക്കിൻ്റെ ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന വെബ് ക്യാം ലോജിടെക്കിൻ്റെ ഈ ഐറ്റം ആയിരുന്നു. ലോജിടെക് C310 HD 720p റെസൊല്യൂഷനാണ് ഇത് കിട്ടുന്നത്. പക്ഷേ എനിക്ക് അത്ര ക്ലാരിറ്റി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ക്യാമറ ഡ്രോയിഡ് ക്യാം എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നു. സ്ട്രീം ലാബാണ്. സ്ട്രീം ലാബ് വെച്ചിട്ടാണ് ഞാൻ അതിൽ നോയ്സ് സപ്രഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇത് 7000 രൂപ ബഡ്ജറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കിതായി 800 സംതിങ്ങിൻ്റെ 800 രൂപ അങ്ങോട്ട് സംതിങ് വരുന്ന ഈ ബോയയുടെ മൈക്രോഫോൺ നിങ്ങൾക്ക് വാങ്ങാം. ബോയയുടെ മൈക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇത് 800 രൂപയാണ് ഇതിന് വരുന്നത് റേറ്റ്. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ ഉപയോഗിക്കാം. ആ ചെറിയൊരു ബാറ്ററി മാത്രമേ നിങ്ങൾക്ക് വേണ്ടോ. മൊബൈലിൽ ഉപയോഗിക്കാം, ക്യാമറയിൽ ഉപയോഗിക്കാം, സ്വിച്ച് ഉണ്ട്. ഇതിനും റേറ്റ് കൂടുതലാണ്. ഞാൻ അഹൂജയുടെ പ്രൊഡക്റ്റ് 1000 രൂപയാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ റേറ്റ്. ഇത് എനിക്കത്ര സുഖമായി തോന്നിയിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ പോകാൻ പറ്റും. ആമസോണിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, സ്ക്രാച്ച് കോട്ടിങ് ആരും സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ്. ഇനി നിങ്ങൾക്ക് DSLR ആണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നുണ്ട് 2000 സംതിങ് ആണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. 2000 രൂപ അങ്ങോട്ടാണ് വരുന്നത്. ഇതിനെ എല്ലാം തല തിരിഞ്ഞ കാണുന്നു. അതേലോ, അത് പോട്ടെ, അടുത്ത വീഡിയോയിൽ ഞാൻ റെഡിയാക്കും. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് വാങ്ങാം. ഇത് നിങ്ങൾക്ക് DSLR ഉണ്ടെങ്കിൽ DSLRൻ്റെ മുകളിൽ ഇത് ഉപയോഗിക്കാം. ഞാൻ വെച്ച് കാണിച്ചു തന്നിട്ടില്ല അല്ലേ. ഇനി നിങ്ങൾക്ക് റോഡിൻ്റെയും മാഓണ മൈക്കിൻ്റെയും കമ്പാരിസൺ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കമ്പാരിസൺ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ബെറ്റർ ചോയ്സ് റോഡാണ്. പക്ഷേ കാശ് വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും നല്ലത്. ഇതിന് 7000 രൂപ സംതിങ് വരുന്നു, ഇതിന് 2000 സംതിങ് വരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.